ഇപ്പം ചാർമിനാർ എന്ന് പറയുന്ന ഇവിടുത്തെ ചിരപുരാതനമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ ലക്ഷ്മിയുടെ പേരിൽ എഴുതി തരാം. എനിക്കതിന് യാതൊരു റൈറ്റും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് വേണ്ടത് 2 സാക്ഷികളും ഇത് അപ്രൂവ് ചെയ്യാൻ സീലടിച്ച് തരാൻ പറ്റുന്ന ഒരു രജിസ്ട്രാർ എനിക്ക് കിട്ടിയാൽ മതി. ആ രജിസ്ട്രാർ ആ സ്ഥലത്തിന്റെ അധീനതയിലെ മേൽനോട്ടത്തിലിരിക്കുന്ന ഒരു രജിസ്ട്രാർ ഓഫീസിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭാരതത്തിലെ നമ്മുടെ നീതിന്യായ വകുപ്പ് സിദ്ധാന്തം, അതിന്റെ പ്രസ്താവനകൾ, അതൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കലും യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരാളെയും കഴുത്ത് പിടിച്ച് പുറത്താക്കാൻ പോകുന്നില്ല. ഇതൊക്കെ സിവിൽ കേസ് ആയിട്ടാണ് കാണാം. സിവിൽ കേസുകൾ നമ്മൾ ചാവുന്നതിനേക്കാളും മുമ്പ് വഖഫ് ചാവും. അപ്പൊ ലോ ഇസ്ലാമിക് ലോ വേണോ അല്ല സിവിൽ ലോ വേണോ? ഇസ്ലാമിക് ലോ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ റിലീജിയസ് ലോ ഇല്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ഹിന്ദു ലോ ഇല്ല, മുസ്ലിം ലോ ഇല്ല, ക്രിസ്ത്യൻ ലോ ഇല്ല. അതൊക്കെ എടുത്തു കളഞ്ഞു. കോമൺ സിവിൽ ലോ വന്നതിനോടെ അതിനനുസൃതമായിട്ടുള്ള വഖഫ് ലോയും ഇനി അഥവാ കൃത്യമായിട്ട് ഇനി അതന്നെ പറയണമെന്നിരിക്കും, ചിലർക്ക് അങ്ങനെ പറഞ്ഞാലേ തീരുള്ളൂ, അത് പറയിപ്പിക്കുക. അപ്പൊ പറയിപ്പിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാല് ഇപ്പൊ അവരുടെ കയ്യിലുള്ള ചില സ്ഥലങ്ങൾ പോലും ഗവൺമെന്റിന് വിട്ടുകൊടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല ഈ പോക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വഖഫിനെ അല്ല ഭയപ്പെടുന്നത്, വഖഫുകാരെ ഭയപ്പെടുന്ന ഒരു അവസ്ഥ വരും. അങ്ങൊരു സ്പേസ് സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ മാത്രമല്ല, മാത്തമാറ്റീഷ്യൻ മാത്രമല്ല, ഒരു ലോയർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് എന്താണ് ഈ വഖഫ് പ്രശ്നം, ഇന്ന് ഭാരതം നേരിടുന്ന വഖഫ് പ്രശ്നം ഒന്ന് നിയമപരമായിട്ട് വിശദീകരിക്കാമോ? ഒപ്പം അതിന്റെ മറ്റ് കാര്യങ്ങളുമെല്ലാം. ഈ വഖഫ് എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ലക്ഷ്മി ചോദിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ താമസിക്കുന്നത് ഹൈദരാബാദിലാണ്. ഈ പ്രശ്നം ഇവിടെ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞാല് കുറെ കാലം. ഇത് കേരളത്തെ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാറില്ല. കാരണം വളരെ എളുപ്പമാണ്. ഇപ്പൊ കർണാടകയിൽ മിനിഞ്ഞാന്ന് നിങ്ങൾ ന്യൂസ് വായിച്ചോ എന്ന് എനിക്കറിയില്ല, എത്ര പേര് കേൾക്കുന്നവർ ന്യൂസ് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കർണാടക ഗവൺമെന്റ് ഇന്നിപ്പോ 12-ാം തീയതി അല്ലേ, 12-ാം തീയതി 11-ാം തീയതി ഒരു റൂള് ഇറക്കിയിട്ടുണ്ട്. വഖഫ് പ്രമാണിച്ച് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എംപ്ലോയി ഏതെങ്കിലും ഒരു വ്യക്തിയെയോ കർഷകനെയോ ഹറാസ് ചെയ്യുകയാണെങ്കിൽ അവനെ ഉടനെ സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഒരു ഗവൺമെന്റ് എംപ്ലോയിയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യവും നടത്തരുത് എന്ന് ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അതിന് കാരണമുണ്ടായത് ആ ഭാഗത്ത് ഹുബ്ലി, ഇതൊക്കെ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെയാണ്, ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലം. കേരളത്തിനേക്കാളും കൂടുതൽ എനിക്ക് അവിടെയൊക്കെയാണ് പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ ഉള്ളതെന്ന് എനിക്ക് തോന്നാം. ഞാൻ ജനിച്ചിട്ടുള്ള നാടുമാണ്, അപ്പൊ എനിക്ക് ആ ഭാഷ സംസാരിക്കാനും അറിയാം. അപ്പൊ ആ വഖഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 500 പെറ്റീഷനാണ് കർഷകരിൽ നിന്ന് മാത്രം കർണാടകയിൽ ഉണ്ടായിട്ടില്ല. അത്രയും കേരളത്തിലില്ല. ഓക്കെ, ഹുബ്ലി, വിജയപുര, ബൽഗാവ് ഡിസ്ട്രിക്റ്റുകൾ. ഞാൻ ഈ 3 സ്ഥലത്തൊക്കെ കഴിഞ്ഞ 2-3 മാസത്തിനുള്ള ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ സ്കൂളിന്റെ പ്രോഗ്രാമുകളും അവിടുത്തെ നഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലെയിമുകളും ഈ 500 പെറ്റീഷൻസിന്റെ കോടതി വിധി അടക്കം വന്നാലും, എക്സിക്യൂട്ടീവ് ആണല്ലോ ഇതൊക്കെ അവസാനം ഒഴിപ്പിക്കേണ്ടതും സംഭവങ്ങളൊക്കെ, അതൊക്കെ അവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു. കാരണം ഇത് വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. അത് ഏത് ഗവൺമെന്റ് ആയാലും, ഏത് പാർട്ടിയാണ്, അത് BJP ആണോ, കോൺഗ്രസ് ആണോ, മാർക്സിസ്റ്റ് ആണോ, ഇതൊന്നും ബാധല്ല. ഇതിനൊക്കെ പേര് പറഞ്ഞാൽ ലാൻഡ് ജിഹാദ് എന്നാണ് പേര്. നമ്മൾ ഈ ലവ് ജിഹാദ് എന്നൊക്കെ അല്ലേ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ലാൻഡ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ജിഹാദ് വന്നിരിക്കുന്നത് പോലെയാണ് സംഭവം എന്ന് കർണാടകയിൽ. തമിഴ്നാട്ടിൽ പ്രശ്നമുണ്ട്, കേരളത്തിലുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ പണ്ടേ ഉണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഇന്ത്യയിലെ പ്രോപ്പർട്ടികളുടെ ഹോൾഡിങ്സ് നോക്കിയാല്, ലാൻഡ് ഹോൾഡിങ്സ് നോക്കിയാല്, ഇപ്പൊ ഹൈദരാബാദ് എന്ന് പറയുന്ന സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് 2 ഡിപ്പാർട്ട്മെന്റിനാണ്. ഒന്ന് ഡിഫൻസിനാണ്, ഒന്ന് റെയിൽവേക്കാണ്. 3ാമത്തെ ലാൻഡ് ഹോൾഡിംഗ് ഉള്ളത് വഖഫിനാണ്. അത് ഇന്ത്യയിൽ ആകെ എങ്ങനെയാണ്? ഇന്ത്യ ആകെ നോക്കിയാൽ വഖഫിന്റെ പേരിലാണ്. നമ്മൾ സാധാരണ, ഞാൻ ലോ പഠിച്ചത് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലാണ്. ഞങ്ങൾ പലപ്പോഴും ഇത്തരം കേസുകൾ പലപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കഷൻ വരാറുണ്ട്. കാരണം ഞാൻ പഠിക്കുന്ന കാലം മുതൽ ഇതിന്റെ കേസുകൾ പണ്ട് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ഒക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളുടെ പേര്, ഞാൻ ഹോട്ടലിന്റെ പേര് പറയുന്നില്ല, ആ ഹോട്ടലുകളുടെ പേരിൽ 5ഓ 6ഓ പ്രാവശ്യം ഹൈക്കോർട്ടിൽ വ്യത്യസ്ത കേസുകൾ പോയിട്ട് അതൊക്കെ ഹൈക്കോർട്ട് തള്ളിക്കളഞ്ഞു.
യുവർ ഹോൾഡിംഗ് ഈസ് യുവർ റൈറ്റ് എന്നാണ്. നിങ്ങളെന്ത് ഹിപ്പ് ഉണർന്ന് വരുന്നേ? ഞാൻ വീട് വെക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ടാക്സ് അടച്ചപ്പോൾ കുഴപ്പമില്ല, പ്ലാന് കൊടുത്തിട്ട് അപ്രൂവൽ മേടിക്കുമ്പോൾ പ്രശ്നമില്ല, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട് കറണ്ട്, ഇതൊക്കെ ഗവൺമെന്റിന്റെ ഭാഗം. എന്റെ വീട്ടിൽ ഓടുന്ന ഇലക്ട്രിസിറ്റി ഗവൺമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ, അതിനൊരു അപ്രൂവൽ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഓൾറെഡി ഓതറൈസ്ഡ് യു ടു ഹാവ് ഇറ്റ്. അപ്പോ വഖഫ് എന്ന് പറയുന്നത് ശരിക്കും മുസ്ലിം ലോയുടെ ഒരു ഭാഗമായിട്ട് റിലീജിയസ് ആക്ടിവിറ്റികൾക്ക്, ഇപ്പൊ ഗവൺമെന്റിന് ലാൻഡ് എക്വയർ ചെയ്യാനോ, ഇപ്പൊ ഒരു പുതിയ റോഡ് ഉണ്ടാവും, ആ റോഡ് കംപ്ലീറ്റ് എക്വയർ ചെയ്യണമെങ്കിലും അവർ തീരുമാനിച്ചാൽ മതി, ഗവൺമെന്റ് തീരുമാനിച്ചാൽ മതി. ഇപ്പൊ ഡിഫൻസിന്റെ ആവശ്യത്തിന് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ ഒരാളുടെയും പെർമിഷൻ മേടിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ലാൻഡ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുമ്പോൾ വി ആർ ഓൺലി ട്രസ്റ്റീസ് എന്നാണ്. അത് ക്രയവിക്രയം ചെയ്യാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. ഞാൻ കാശുകാരനാണ്, പക്ഷെ എന്റെ വീട്ടില് 10 ലക്ഷം റുപ്യ വെച്ചാല് ഗവൺമെന്റിന് ചോദിക്കാം എന്തിനാ ഇത് വെച്ചതെന്ന്. ഇത് എന്റെ കാശാണ്, അങ്ങനെ വെക്കരുത് എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്താണ്? ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റിക്ക് മാത്രമേ ഇത് വെക്കാവൂ, സൂക്ഷിച്ചു വെക്കാൻ എനിക്ക് അധികാരമില്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ കുറിച്ചുള്ള, പാകിസ്ഥാനെ കുറിച്ചുള്ള കുറെ ന്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് ഫുൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഫയലാക്കിയിട്ട് സൂക്ഷിച്ചാൽ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യാം. അറിയോ? നിങ്ങൾക്ക് എന്താണ് പാകിസ്ഥാനോട് ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. നിങ്ങൾ അങ്ങനെ കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. ന്യൂസ് പേപ്പർ കളക്ട് ചെയ്ത കേസോ ആണ്, ഗവൺമെന്റ് റൂൾ അങ്ങനെയാണ്. ആർക്ക് അറസ്റ്റ് ചെയ്യാം? ആർക്കും അറസ്റ്റ് ചെയ്യാം. എനിക്ക് അറസ്റ്റ് ചെയ്യാം. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. പോലീസിന് മാത്രമൊന്നല്ല അറസ്റ്റിനുള്ള ലയബിലിറ്റി, ആർക്കും ആരെയും അറസ്റ്റ് ചെയ്യാം. ഇന്ത്യൻ ലോ അതാണ്. നമുക്കൊന്നും ലോ അറിയാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഈ ആർക്കും ആരെയും അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഒറ്റ റൂളേ ഉള്ളൂ. എന്താ അറിയോ? ആരെങ്കിലും ഒരാള് ലക്ഷ്മിയെ ഉപദ്രവിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടായാല് അയാളെ ഉടനെ കയ്യിൽ കിട്ടുന്ന കയറോ ചുന്നിയോ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് കെട്ടിയിടുന്നതിനെയാണ് അറസ്റ്റിംഗ് എന്ന് പറയുക. അയാളെ മൂവ് ചെയ്യാൻ പറ്റാതെ അവിടെ നിർത്തുക. കാരണം എനിക്ക് ഭയം ഉണ്ട് അയാൾ എന്തോ എന്നെ ചെയ്യാൻ പോകണം. ഉടനെ പോലീസിൽ അറിയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പോലീസിന്റെ നിയമം എന്താണ്? അയാളെ പിടിച്ച് അകത്തിടുക, എന്നിട്ട് അയാള് അങ്ങനെ ആയിരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ളത് അയാളുടെ കഴിവാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അത് ലോ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അതുപോലെ ഇപ്പം ചാർമിനാർ എന്ന് പറയുന്ന ഇവിടുത്തെ ചിരപുരാതനമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ ലക്ഷ്മിയുടെ പേരിൽ എഴുതിത്തരാം. എനിക്കതിന് യാതൊരു റൈറ്റും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് വേണ്ടത് 2 സാക്ഷികളും ഇത് അപ്രൂവ് ചെയ്യാൻ സീലടിച്ച് തരാൻ പറ്റുന്ന ഒരു രജിസ്ട്രാറും എനിക്ക് കിട്ടിയാൽ മതി. ആ രജിസ്ട്രാർ ആ സ്ഥലത്തിന്റെ അധീനതയില് മേൽനോട്ടത്തിലിരിക്കുന്ന ഒരു രജിസ്ട്രാർ ഓഫീസിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ രജിസ്ട്രാർക്ക് 3-4 കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന്, നിങ്ങൾ എത്ര രൂപക്കാണ് ഇത് വിൽക്കുന്നത് ചാർമിനാർ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗിഫ്റ്റ്, അതിന്റെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കോസ്റ്റ് എത്രയാണ്, അതിന്റെ ഒരു പ്രൈസിന്റെ പെർസെന്റേജ് ഗവൺമെന്റിന് കൊടുക്കണം. അതാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി. അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അയാൾ. നമ്പർ 1. അപ്പൊ ആദ്യം അവരുടെ ആഗ്രഹം എന്താണ്? കാശ് പിരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പണി. രജിസ്ട്രാറിന്റെ പണി ഗവൺമെന്റിന് വേണ്ടി കാശ് പിരിക്കുന്ന ഒരു ഏജന്റാണ്, വേറൊന്നുമില്ല. ഇനി അതില് കുറെ പെർസെന്റേജ് വരുമ്പോ എനിക്കൊരു ഭയം. അപ്പൊ ഞാൻ അയാൾക്ക് കുറച്ച് കൈക്കൂലി കൊടുത്തിട്ട് ഇതൊന്ന് ഡീവാല്യൂ ചെയ്യോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാശ് കൊടുക്കുന്നത്. പിന്നെ പെട്ടെന്ന് എനിക്ക് തരണം, നിങ്ങൾ അവിടെ വന്ന് സൈറ്റിൽ വന്ന് ചെക്ക് ചെയ്യേണ്ടത് വേണ്ട, അത് ഒഴിവാക്കി തരാൻ വേണ്ടി ഒരു ബ്രൈബ് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംഭവം നടത്തുന്നത് സാധാരണ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോക്കുന്നത് അടിയാധാരം. അടിയാധാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർമിനാർ എപ്പോഴാണ് ഉണ്ടാക്കിയത്, ആരാ ഉണ്ടാക്കിയത്? അങ്ങനെ നോക്കിയാൽ ചാർമിനാറിന് അടിയാധാരം ഇല്ല. കാരണം അത് പണ്ട് ഭഗവതി ക്ഷേത്രമായിരുന്നു. ഭാഗ്യനഗരം എന്ന് പറയുന്ന സെക്കന്ദരാബാദ് ഹൈദരാബാദിന്റെ ആദ്യത്തെ പേര് ഭാഗ്യനഗരം എന്നാണ്. ആ പേര് വരാൻ കാരണം ഭാഗ്യദേവത എന്ന് പറയുന്ന ഒരു ദേവതയുടെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ചാർമിനാറിന്റെ ഒരു പില്ലറിന്റെ ഒരു മൂലക്ക് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. കാരണം നിസാമിന് ചാർമിനാർ ഉണ്ടാക്കിയതിന് ശേഷം, അതിന്റെ കാലങ്ങൾക്ക് ശേഷം കുറെ ദുർനിമിത്തങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോ ഇനി എന്തു ചെയ്യും എന്നൊരു ചോദ്യം വന്നപ്പോ ആ ക്ഷേത്രം ഇപ്പോഴും വേണം, അവിടെ പൂജ എല്ലാ വിധാനവിധി നടത്തണം എന്ന് നിർബന്ധിച്ചപ്പോ അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസമാധാനം കിട്ടിയെന്നാണ്. ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട് ഹൈദരാബാദ്. അപ്പോ അത് ഞാൻ വിൽക്കുമ്പോ അതിന്റെ അടിയാധാരം നോക്കും. ആ സമയത്ത് ചാർമിനാർ ഉണ്ടാക്കി, ആരുണ്ടാക്കി, ഏത് സ്ഥലത്തുണ്ടാക്കി, അതിന്റെ അടിയാധാരം കാണിക്കാൻ പറഞ്ഞാലോ പെട്ടുപോവില്ലേ? ഒരു തമാശ കഥയുണ്ട്. ഒരു ഭിക്ഷക്കാരൻ പോയിട്ട് ഒരു രാജാവിനോട് പറയാണ്, ഈ കൊട്ടാരം എന്റേതാണ്.
ആരാ പറയണ? ഒരു ഭിക്ഷക്കാരൻ പോയിട്ട് രാജാവിനോടാ പറയണത്. അപ്പൊ രാജാവ് പറഞ്ഞു, ഇത് എന്റേതല്ല, ഞാൻ അവിടുത്തെ രാജാവ്. അതിന് പ്രൂഫ് കാണിക്കും, ഡോക്യുമെന്റ്, നിങ്ങൾ രാജാവാക്കിയതിന്. എനിക്ക് അങ്ങനെ പ്രൂഫ് ഒന്നുമില്ല, എന്റെ അച്ഛൻ രാജാവായിരുന്നു, അതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. നിങ്ങൾ അച്ഛൻ അയാളാണെന്നുള്ള എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കുമെന്ന് പറഞ്ഞാൽ പറ്റുമോ? നമ്പർ 1. നമ്പർ 2, അച്ഛന്റെ പേരിൽ ഇത് എഴുതി വെച്ചാൽ വല്ല പ്രൂഫ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ ഭിക്ഷക്കാരൻ പറയാണ്, അതൊന്നും തരേണ്ട കാര്യമില്ല, ഞാൻ തമാശക്ക് വന്നതാണ്, എന്റെ അച്ഛനെയാണ് നിങ്ങളുടെ അച്ഛൻ കൊന്നത്. അപ്പോ ആരാണോ കൈയടക്കി വെക്കുന്നത് അയാൾക്കാണ് അധികാരം എന്നുള്ളത് വളരെ പാരമ്പര്യപരമായിട്ടുള്ളതാണ്. ഒരു കാര്യത്തിനും ഒരു ഡോക്യുമെന്റ് ചിലപ്പോൾ കണ്ടുന്നില്ല. ഇനി അഥവാ കണ്ടു എന്ന് വിചാരിക്കാം. ഇനി എന്റെ മുത്തശ്ശന് ബ്രിട്ടീഷുകാര് കൊടുത്തിട്ടുണ്ട് ജന്മി അവകാശം, 5 ലക്ഷം ഏക്കർ സ്ഥലമാണ്. ആ 5 ലക്ഷം ഏക്കർ സ്ഥലം കൊടുത്തതിന് ആ ബ്രിട്ടീഷുകാരന്റെ സിഗ്നേച്ചറിന്റെ ഒരു ഫാൾസ് ഡോക്യുമെന്റ് ഉണ്ടാക്കാനാണ് എനിക്ക് പ്രയാസം. ഏതാ സിനിമ? മോഹൻലാലും ഒക്കെ ഉണ്ടായിട്ട് അതിനകത്ത് ജഗതി ഫാൾസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു കഥയുണ്ടല്ലോ, ഒരു സിനിമ, ഇവിടം സ്വർഗമാണ്, ഇവിടം സ്വർഗമാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ജഗതി ഉണ്ടായാ പോരെ? മനസ്സിലാവുണ്ടോ? ഇത് വളരെ എളുപ്പമാണ് ഫാൾസ് ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ. ഇപ്പം താജ്മഹൽ പിന്നെ തന്നിട്ടുള്ളത് എനിക്കാണ്, വഖഫ് ബോർഡിനാണെന്ന് പറഞ്ഞിട്ട് വഖഫ് ബോർഡ് പോയിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടില്ലേ? അറിയോ? അത് കൊടുത്തിട്ട് എന്ത് ചെയ്തു സുപ്രീം കോടതി? സുപ്രീം കോടതിന്റെ അന്നത്തെ ജഡ്ജി പിന്നെ ബെഞ്ച് പറഞ്ഞാൽ എന്താ അറിയോ? ഞങ്ങൾക്ക് ഈ ജഹാംഗീറിന്റെ ഒപ്പ് കാണാൻ നല്ല ആഗ്രഹമുണ്ട്, ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. തീർന്നില്ലേ കഥ? എന്ത് രസകരമായിട്ടാ കേസ് തള്ളിയത് അറിയോ? ഒറ്റ വാക്കിലാണ് കേസ് തള്ളുന്നത്. നല്ല ജഡ്ജിമാരൊക്കെ ഈ കേസൊക്കെ എവിടെ എത്തുമ്പോണ്ടല്ലോ ശും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളിക്കളയും. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് മുസ്ലിം ലോയിലെ അവർക്ക് എക്വയർ ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ എന്റെ അമ്മയുടെ അച്ഛൻ കുറേ സ്ഥലം ഉണ്ടായിരുന്ന സമയത്ത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഒരു സ്യാലൻ വന്നിട്ട്, ഒരു ബന്ധത്തിലുള്ള ഒരാൾ വന്നിട്ട് അവിടെ കുറെ സ്ഥലം ഏറ്റെടുത്തിട്ട് എന്റേതാണ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്ത സമയത്ത് എന്റെ അമ്മയുടെ അച്ഛനും ആ രാജാവിന്റെ സ്യാലനും കൂടി കേസൊക്കെ ഉണ്ടായിരുന്നു തലശ്ശേരി കോർട്ടിലൊക്കെ. അവസാനം അമ്മയുടെ അച്ഛന് വേണ്ടിയിട്ട് വിധിച്ചു, ഇതാണ് ഡോക്യുമെന്റ് ഒക്കെ കാണിച്ചു, ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ട്, ഇത് നോക്കി നടത്താനുള്ള ട്രസ്റ്റി അവകാശമാണ് കേട്ടോ. അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഉടനെ തന്നെ കേസൊക്കെ ജയിച്ച സമയത്ത് ഉടനെ തന്നെ ആലക്കോട് രാജാവ് എന്നാണ്, ആലക്കോട് രാജാവ് ഇത് നിങ്ങൾ എടുത്തോളാം, നമ്മുടെ വക ഫ്രീ, നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതിന് വല്ല ഡോക്യുമെന്റും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് കിട്ടിയതിനുള്ള ഡോക്യുമെന്റ് കാണിച്ചിട്ടും ഒരാൾ ജയിക്കുമ്പോ ഇയാൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ പല കുടിയാന്മാർക്കും കോട്ടയത്ത് നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും സ്ഥലം അവിടെ നീ കൃഷി ചെയ്തോ, ഇവിടെ കൃഷി ചെയ്തോ, ഇവിടെ കൃഷി ചെയ്തോ, ഇവിടെ കൃഷി ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കൊടുത്ത് അവസാനം എല്ലാവരും അവരെ അധീനത്തിലാക്കി, അവരെ കൃഷിയൊക്കെ നടത്തി. അവസാനം ഗവൺമെന്റ് വന്ന സമയത്ത്, EMS ഗവൺമെന്റ് വന്ന സമയത്ത്, ലാൻഡ് എക്വസിഷൻ റൂൾ വന്ന സമയത്ത് നിങ്ങൾക്ക് ആരാണോ അത് ഒക്യുപ്പൈ ചെയ്യുന്നത് അവരുടെ ലാൻഡാണെന്ന്. എന്നിട്ട് അവസാനം വന്ന കേസ് എന്താണെന്നറിയോ ലക്ഷ്മിക്ക്? അവരത്രയും കാലം ഈ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് വരെ ആ സ്ഥലം ഏത് ജന്മിയാണോ ജന്മിക്കാണ് കരം കൊടുക്കുക. എന്ന് വെച്ചാൽ ടാക്സ് കൊടുക്കുന്നത് ജന്മിക്കാണ് ആണല്ലോ. നിങ്ങൾ ഇതുവരെ കളക്ട് ചെയ്തത്, നമ്മൾ കളക്ട് ചെയ്തിട്ടൊന്നുമില്ല, പാവങ്ങള് വെറുതെ ഫ്രീ ആയിട്ട് കൊടുത്തതാ. അത് ഫുൾ അടക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സ്വത്തൊക്കെ വിറ്റിട്ടാണ് നമ്മൾ അടച്ചത്. അങ്ങനെയാണ് നമ്മൾ പാവപ്പെട്ടവരായത്. കുടിയാന്മാരുടെ ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട് സ്വത്ത് വിറ്റിട്ടുള്ളവരാണ് ഞങ്ങളുടെ പാരമ്പര്യം. അപ്പൊ നമ്മൾ പറയുന്നത് പണ്ട് കാലത്ത് അങ്ങനെ ഒരു അധികാരം ഉണ്ടായിട്ട് അത് ദുർവിനിയോഗം ചെയ്യാനും അന്ന് നമ്മൾ ചെയ്താൽ മതിയായിരുന്നു. ഞങ്ങളുടെ 4 ക്ഷേത്രത്തിന് ആകെ 20 സെന്റ് സ്ഥലമേ ഉള്ളൂ. അമ്മയുടെ അച്ഛൻ പണിത ക്ഷേത്രത്തിന്റെ ചുറ്റും 20-30 സെന്റ് സ്ഥലമേ ഉണ്ടാവുള്ളൂ. അതിന്റെ പേരിൽ ഒരു 100 ഏക്കർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇന്നും അനുഭവിക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടേതാണ്. അതിലാകെ 3 ഏക്കർ സ്ഥലം 4 ഏക്കർ സ്ഥലമേ ഉണ്ടാവുള്ളൂ. അതിന് പകരം ഒരു 600 ഏക്കർ എഴുതി വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതൊക്കെ നമ്മുടേതാവുമായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്കൂളിന്റെ പേരിലോ അങ്ങനെയൊക്കെ ആവുമായിരുന്നു. വഖഫ് ചെയ്തത് എന്താണ്? ഇങ്ങനെ ആരോ ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ള പേരിൽ, ഇപ്പൊ എന്റെ പാരമ്പര്യത്തിൽ ഞാൻ പറയുന്ന സംഭവം തന്നെയാണ്. വഖഫ് ഒരാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ വഖഫ് ബോർഡിന് കൊടുത്തു, അതിലുള്ളൊരു കമ്മിറ്റിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാല് ആ എൻടൈറ്റിൽമെന്റ് അയാൾക്കുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ട്, കമ്മ്യൂണിറ്റി സപ്പോർട്ടിന് വേണ്ടിയിട്ട്, സ്കൂൾസിനോ ഹോസ്പിറ്റൽസിനോ ലൈബ്രറിക്കോ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ടോ ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് വിട്ടുകൊടുത്തു എന്നാണ്. അങ്ങനെ കൊടുത്ത് ആ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒക്കെ ആവശ്യമുള്ള ചെറിയ വരുമാനത്തിന്റെ പങ്കൊക്കെ ഈ ബോർഡിലേക്ക് കൊണ്ടുവരികയും ആ പബ്ലിക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് ഇന്ന് ഗവൺമെന്റ് എങ്ങനെയാണോ വാട്ടറും ഇലക്ട്രിസിറ്റിയും ഒക്കെ കൊടുത്ത് സെർവ് ചെയ്യുന്നത് അതുപോലെ സെർവ് ചെയ്യുന്ന ഒരു ബോർഡാണെങ്കിൽ അതിനുള്ള അധികാരം പണ്ട് ഗവൺമെന്റിന് എല്ലായിടത്തും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തില്
അങ്ങനെ ഒരു ബോർഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവരതൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കോടതിക്ക് ഉടനെ ഒരു ചോദ്യം ചോദിക്കാം, ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇത്രയും കാലം എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ ഉറങ്ങായിരുന്നു. ഇപ്പോഴാണോ എഴുന്നേറ്റ് വന്നത്? അതുകൊണ്ട് ഈ കാലത്ത്, ഈ മോഡേൺ ഡേയിൽ ഈ ചാലഞ്ചുകൾക്കൊന്നും ഒരു റിലവൻസും ഇല്ല എന്നുള്ളത് നമ്പർ 1. ഓക്കെ, അത് വളരെ വളരെ ഈസി ആയിട്ട് തള്ളിക്കളയാവുന്ന കേസാണ്. പക്ഷെ ഭയം ഒരു പബ്ലിക്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ സർവ്വസാധാരണമായിട്ട് അവർ ചെയ്യും. ചില പാവപ്പെട്ടവരൊക്കെ പേടിച്ചോടിപ്പോവും. ചിലവരൊക്കെ എന്നിട്ട് എന്താ ചെയ്യണത്? ഇവര് വഖഫ് ബോർഡ് എന്ന് പറയുന്നതിന് ഒരു ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ് വഖഫ് ബോർഡിന് ഒരു ലീഗൽ അതോറിറ്റി കൊടുത്തു. എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിന് ഒരു ലീഗൽ അതോറിറ്റി കൊടുത്തു എന്ന് വിചാരിക്കാൻ നാളെ. ആ ലീഗൽ അതോറിറ്റി ഇവിടുത്തെ കോടതിയെക്കാളും മുകളിലാന്ന് വിചാരിക്കുക. ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളുടെയും ലീഗൽ അതോറിറ്റി എനിക്കാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവിടെ വരുന്ന കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അടുത്തേക്ക് പോവാം. ബോർഡ് ഒന്ന് തന്നെയാണ്, ബോർഡ് എന്നുള്ള പേരുണ്ടല്ലോ. ആ ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു റൂൾ കൊടുക്കുക. ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള, പണ്ട് ക്ഷേത്രത്തിന്റെ പേരിൽ കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നല്ലോ രാജാക്കന്മാർ വിട്ടുകൊടുത്തിട്ടുള്ള, ആ സ്ഥലങ്ങളുടെയൊക്കെ അധീനത ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും, രാജാക്കന്മാർ പണ്ട് വിട്ടുകൊടുത്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളുടെയും അതോറിറ്റി കറസ്പോണ്ടിങ് ക്ഷേത്രങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബോർഡ് ഉണ്ടാക്കിയിട്ട്, ഓക്കെ, ക്ഷേത്ര പരിപാലന ബോർഡ് തുടങ്ങും. എന്നിട്ട് അതിന് ഗവൺമെന്റ് പുതിയൊരു നിയമം ഉണ്ടാക്കിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് റൂൾ കൊടുക്കുക. പിന്നെ 2 പേരും കൂടി കേസ് പറയേണ്ടി വരും, വഖഫ് ബോർഡും ക്ഷേത്ര പരിപാലന ബോർഡും. എന്നിട്ട് ആരൊക്കെയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, ആരൊക്കെയാണ് അപ്പുറത്ത് നിൽക്കുന്നത് നോക്കുക. ഇതൊക്കെ നടക്കുന്ന സംഭവമല്ല. അത് ഏതോ ഒരു ഗവൺമെന്റ് ഒരു കാലത്ത് അങ്ങനെ ഒരു ലീഗൽ അതോറിറ്റി കൂടി, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി. അതുകൊണ്ടാണ് ഞാൻ നോട്ടീസ് കൊടുത്തിട്ട് എന്റെ അടുത്ത് വന്ന് കാണുക, ഞാൻ തീരുമാനിക്കാം. എന്നിട്ട് ഇപ്പൊ ഇനി എന്ത് നടക്കുന്നറിയോ? അവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ നിങ്ങൾ താമസിച്ചു വന്നിട്ട് പറഞ്ഞു കൊടുക്കും, ബാക്കിയുള്ളവരുടെ ഒക്കെ ഒഴിവായി പോകാൻ പറയും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാശ് പിരിക്കും. എന്നിട്ട് ആ കമ്മിറ്റി അതും കൂടി തിന്നും. അപ്പൊ ഇതിനൊക്കെ ഇനി അങ്ങനെയല്ല വിചാരിക്കാം. അടുത്ത ചോദ്യം ചോദിക്കാം, ഇത്രയും കാലം ഇതൊക്കെ വഖഫിന്റെ ആണെന്ന് വിചാരിക്കാം, ഗവൺമെന്റ് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാണ്, ഓക്കെ വഖഫിന്റെ ആണ്, കറക്റ്റ്. എന്നാ ഒരു കാര്യം ചെയ്യേ, ഇതുവരെ കൊടുക്കാനുള്ള കംപ്ലീറ്റ് ടാക്സ് ആദ്യം അടക്കുക. എന്നിട്ട് അതിന്റെയൊക്കെ പ്രോപ്പർട്ടി ടാക്സും അതിന്റെയൊക്കെ ഇലക്ട്രിസിറ്റി ടാക്സും എല്ലാം അടച്ചത് വേറെ ആരാണല്ലോ, അല്ലെ? എല്ലാം കൂട്ടി നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഉറപ്പാണ് ഇന്ത്യ ഫുൾ വിറ്റാലും അവർക്ക് കിട്ടുന്ന കാശ് പോരാ, ഇതൊക്കെ അടച്ചു നിൽക്കുക. എന്നിട്ട് അവരോട് പറയാ, ഇതൊന്നും നിങ്ങൾക്ക് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിങ്ങൾ നാട് കടത്താന്ന് പറഞ്ഞു നാട് കടത്താം. ഏറ്റവും നല്ല മാർഗം അതാണ്. എന്നിട്ട് അവരെയൊക്കെ നിങ്ങളുടെ നാട് കടത്തണം, ഗവൺമെന്റ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ഥലം മേടിച്ചിട്ട് അവിടെ കൊണ്ടിടുക. എന്നിട്ട് ഇത് നിങ്ങളാണ് വഖഫിന് പകരം തന്നിരിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇത് നമ്മുടെയൊക്കെ ധാരണ ഇത് ഒരു 2 റിലീജിയൻ തമ്മിലുള്ള അല്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കൃത്യമായിട്ട് പറയണം. ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്, എനിക്ക് അതിന്റെ പേര് ഓർമ്മയില്ല, ഇപ്പം അവിചാരിതമായിട്ട് പറഞ്ഞു. ഹലാൽ ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പേപ്പർ ഉണ്ട്. ആ ഹലാൽ ടൈംസിൽ വഖഫ് ഹലാൽ ടൈംസ് കൊണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അത് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിക്ക് എതിരാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇത്തരം സ്ഥലങ്ങളുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല. വഖഫ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഏത് പ്രോപ്പർട്ടി മുസ്ലിമിന്റെ ലോയുടെ കീഴില് പബ്ലിക് കോസിന് വേണ്ടിയിട്ട് എക്വയറി ചെയ്യാൻ സാധിക്കുമോ ആ ഒരു വാക്കാണ് വഖഫ് എന്ന് പറയുന്ന വാക്ക്. ഏത് റിലീജിയന് വേണ്ടിയിട്ട്, അവരുടെ റിലീജിയന് വേണ്ടിയിട്ട്, റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട്, പബ്ലിക് കോസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്രോപ്പർട്ടി എക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു നിയമത്തിന്റെ പേരാണ് വഖഫ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ടു കൺഫൈൻ എന്നാണ്, ടു സ്റ്റോപ്പ് ആൻഡ് പ്രിസർവ് എന്നാണ് വഖഫിന്റെ ലിറ്റററി മീനിങ് അറബിക്. ഞാൻ പഠിച്ചത് ഓർക്കണം ഇപ്പൊ. ടു സ്റ്റോപ്പ്, ടു കൺഫൈൻ, ടു പ്രിസർവ് ദ പ്രോപ്പർട്ടി ഫോർ ദ പർപ്പസ് ഓഫ് എ പബ്ലിക് കോസ്. ഇസ്ലാമിക് കൾച്ചറിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പൊ അവരെന്താണ്, ഒരു രാജ്യം ഇൻവേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റോൾ ഉണ്ടാക്കിയിട്ട് അത് കംപ്ലീറ്റ് അവർ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നുണ്ടാവും. അത് എപ്പോ ഇൻവാലിഡ് ആയി എന്നറിയോ? ഇന്ത്യ റിപ്പബ്ലിക്കായി, ഇന്ത്യൻ ലീഗൽ സിസ്റ്റം വന്നത് 1947 മുമ്പുള്ള ഒരു നിയമവും, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ അല്ലേ? നാളെ ബ്രിട്ടീഷ് രാജ്ഞി വന്നിട്ട് പറയാണ് ഭാരതം എന്റേതാണ്, ആയിരുന്നില്ലേ? ആണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാം. ഇന്നിപ്പോ വഖഫും ബ്രിട്ടനും കൂടി യുദ്ധം ചെയ്യട്ടെ, അല്ല ഇത് ബ്രിട്ടീഷുകാരുടെ ആയിരുന്നില്ലേ? ആയിരുന്നു.
എല്ലാ രാജാക്കന്മാരും കൊടുത്തതിന് ലീഗലായിട്ട് കൊടുത്തതിന്റെ ഡോക്യുമെന്റ് ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഇപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ അവർ നന്നായിട്ട് പ്രിസർവ് ചെയ്യുന്നവരാ. അതൊക്കെ കാണിച്ചുകൊണ്ട് ഇത് ബ്രിട്ടീഷ് ഞങ്ങൾ അങ്ങനെ സ്വാതന്ത്ര്യം ഒന്നും കൊടുത്തിട്ടില്ല, ആ പേപ്പർ കണക്ക് കീറി കളയാം, ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല, ഇതൊക്കെ തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊടുക്കും. അങ്ങനെ കൊടുത്തിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടറിയോ? കാലാകാലങ്ങളായിട്ട് ഇന്ത്യൻ ബഡ്ജറ്റുകളുടെ കൂടെ ആയിരുന്നില്ല റെയിൽവേ ബഡ്ജറ്റ്. വ്യത്യസ്തമായ ഒരു ബഡ്ജറ്റ് ആയിരുന്നു റെയിൽവേ ബഡ്ജറ്റ്. അതിന്റെ കാരണം എന്താ അറിയോ ലക്ഷ്മിക്ക്? ബ്രിട്ടനാണ് റെയിൽവേ ഉണ്ടാക്കിയത്. അതിന്റെ ഓഫീസേഴ്സ് ഇവിടുന്ന് റിട്ടയർമെന്റ് കഴിഞ്ഞ് പോയപ്പോഴും അവരുടെ ഫാമിലി പെൻഷൻ ഇവിടുന്ന് കാശ് പോകുമായിരുന്നു. അത് മോദി ഗവൺമെന്റ് വന്നപ്പോഴാണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ കൂടെ റെയിൽവേ ബഡ്ജറ്റ് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. സെപ്പറേറ്റ് ബഡ്ജറ്റ് അല്ല, അതുവരെ സെപ്പറേറ്റ് ബഡ്ജറ്റും സെപ്പറേറ്റ് റെയിൽവേ മിനിസ്റ്ററാണ് റെയിൽവേ ബഡ്ജറ്റ് തീരുമാനിക്കുക. ഇൻഡിപെൻഡന്റ് അതോറിറ്റിയാണ്. ഇന്ത്യൻ ബഡ്ജറ്റിന് കവിഞ്ഞിട്ടുള്ള ഒരു പവർ ആയിരുന്നു റെയിൽവേ ബഡ്ജറ്റ്. സാധാരണ ബഡ്ജറ്റിന് ഒരു ദിവസം മുമ്പാണ് ഉണ്ടായിരുന്നത്. എത്രയോ കാലം, കഴിഞ്ഞ 2 ടേമും 3 ടേമിന് മുമ്പ് ആലോചിച്ച് നോക്കൂ റെയിൽവേ ബഡ്ജറ്റ് എന്താണ്. അങ്ങനെ ഗവൺമെന്റ് തന്നെ മണ്ടത്തരങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കുറെ കാലം. എന്നിട്ടല്ലേ ഇപ്പൊ ആ റെയിൽവേ ബഡ്ജറ്റ് എടുത്തു കളഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ കീഴിൽ റെയിൽവേ കൊണ്ടുവന്നു എന്ന് പറയുന്നത് വലിയൊരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ചാലഞ്ചാണ്. ആരുമായിട്ട്? എത്രയോ കാലങ്ങളായിട്ട് കാശ് കൊടുത്തോണ്ടിരിക്കുന്നു ബ്രിട്ടന് ഇതിന്റെ അതോറിറ്റിക്ക്. കാരണം ബ്രിട്ടനാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ബ്രിട്ടൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ചോദിച്ചു എന്ന് വിചാരിക്കും ബ്രിട്ടീഷുകാർ, ഞാനാണ് ആ പാലസ് ഉണ്ടാക്കിയത്, ഞാനാണ് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയത്, അതിന്റെയൊക്കെ വാടക ഇതുവരെ തരണം എന്ന് പറഞ്ഞ് ബ്രിട്ടൻകാർ കൊടുത്താലോ? അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വഖഫൊക്കെ ഇങ്ങനെ കീറി കളയേണ്ട സംഭവം. ഇനി ആ വാക്ക് വേണ്ടി കഴിഞ്ഞാൽ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഇത് ആരുടെയും ചാരിറ്റി ഒന്നും അല്ലെന്നേ. ഞാൻ കാശ് കൊടുത്ത് ഞാൻ മേടിച്ച് ഞാൻ അനുഭവിക്കാനുള്ള സ്ഥലം ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ഒരു പ്രതീതി നമുക്ക് സമ്മതിക്കാം. അത് ഹൈവേ ആയാലും കുഴപ്പമില്ല, അതിനൊക്കെ സമരം ചെയ്യാൻ ആൾക്കാരുണ്ട്. ഒരു റെയിൽവേ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൈവേ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള സമയത്ത്. എന്റെ നാട്ടില് എന്റെ ചേട്ടൻ ഇപ്പോഴും പറയും, ആ കാണുന്ന ആശുപത്രിക്ക് സ്ഥലം ഞാനാ കൊടുത്തത്, അതുകൊണ്ടായിരിക്കും ഭഗവാൻ എനിക്ക് ഇതുവരെ അസുഖം തരാത്തത്. 56 വയസ്സായി. അല്ല, രാവിലെ സാധാരണ എന്നെ ആരോഗ്യത്തെക്കാളും ചിലപ്പോൾ ആരോഗ്യമുണ്ടെന്ന് ഞാൻ പറയാം. ഇപ്പോഴും പണിയെടുക്കും. വേട്ടൻ പലപ്പോഴും പറയും, അതിന് കൊടുത്തത് കൊണ്ട് ഭഗവാൻ തരുന്നതാണ് എനിക്ക് ആരോഗ്യം. കുറെ ആൾക്കാരുടെ ആരോഗ്യത്തിനല്ലേ ഞാൻ കൊടുത്തത്. എത്ര കാശിന് വേണ്ടിയാ കൊടുത്തു? ഒന്നും കൊടുത്തില്ല, വെറുതെ കൊടുത്താ, ഫ്രീ ആയിട്ട് കൊടുത്ത. എത്രയോ സ്ഥലങ്ങൾ, പോസ്റ്റ് ഓഫീസിന്റെ സ്ഥലം, വില്ലേജിന്റെ സ്ഥലം ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ നല്ലത്, നമ്മുടെ ട്രസ്റ്റ് മാത്രമാണ്. നമ്മുടെ ധാരണ ഞാൻ കൊടുത്തു എന്ന് പറയുന്ന സമയത്തല്ലേ നമുക്ക് വിഷമവും ബോധമൊക്കെ ഉണ്ടാവുക. എന്റെ കൂടെ തിരുവിതാംകൂർ ഈ കോഴിക്കോട് രാജാവിന്റെ കൂടെ രാജരാജ ഒരു അനിയൻ രാജ ഉണ്ടായിരുന്നു. ഏട്ടൻ രാജ, അനിയൻ രാജ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനും അവിടെ യൂണിവേഴ്സിറ്റിയിലുള്ള സമയത്ത് ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ പോകും. അപ്പൊ രാജയുടെ വൈഫും ഞാനും രാജയും കൂടി നടക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പൊക്കെ രാജയുടെ വൈഫ് ചോദിക്കും, ഈ സ്ഥലമൊക്കെ നമ്മുടേതായിരുന്നില്ലേ ചേട്ടാ, അതൊക്കെ നഷ്ടപ്പെട്ടില്ലേ, സങ്കടം തോന്നുന്നില്ലേ എന്ന് ചോദിക്കും. കാരണം ഈ സ്ഥലം കാണുന്നത് നമ്മുടേതായിരുന്നു, ഈ സ്ഥലം നമ്മുടേതായിരുന്നു, ആ സ്ഥലം നമ്മുടേതായിരുന്നു, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആയിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ പലർക്കും പോയില്ലേ, അപ്പൊ അതൊക്കെ അങ്ങോട്ട് പോയതാണ്, കൊടുത്തു പോയി, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയും. പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. വൈഫ് വയ്ക്കും പറയും, എന്റെ ഭഗവാനെ, എന്റെ അമ്മാവനൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കും. അദ്ദേഹത്തിന്റെ അമ്മാവനാണ് കോഴിക്കോട് രാജാവ് സാമൂതിരിയൊക്കെ ജീവിച്ചിരിക്കണമെങ്കിൽ ഇപ്പൊ ആത്മഹത്യ ചെയ്യേണ്ടില്ല. കാരണം ഈ കാണുന്നൊക്കെ അദ്ദേഹത്തിന്റെ ആയിരുന്നില്ല, അതെല്ലാം പോയില്ലേ. എനിക്ക് ഇത്രയല്ലേ പോയിട്ടുള്ളൂ, അദ്ദേഹത്തിന് എത്ര പോയി എന്ന് പറയും. എന്ത് രസകരമായിട്ടാണ്. ഇപ്പം വലിയ ആൾക്കാർക്ക് വലിയ പൂർവ്വം, ചെറിയ ആൾക്കാർ, ഇന്നൊക്കെ രാജാവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കാം. അദ്ദേഹം പറയില്ലേ, എത്രയോ ഇതൊക്കെ നമ്മുടേതായിരുന്നില്ലേ, പോയി എന്ന് പറയാം. ഇപ്പൊ ബ്രിട്ടീഷിന്റെ ഏതോ ഒരു ബ്രിട്ടീഷുകാരനെ ഞാൻ എന്റെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്റെ ക്യാമ്പിന് വന്നതാണ്. എന്റെ മകന്റെ സുഹൃത്താണ്. അങ്ങനെ വന്നു, ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തുമായിട്ട് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് 12ാം ക്ലാസ്സിൽ കുട്ടികളുണ്ട്. അവിടുത്തെ മാഷി ചോദിക്കുകയാണ്, യു ബ്രിട്ടീഷ് പീപ്പിൾ, യു ഹാവ് കോൺക്വേർഡ് us. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, നിന്റെ മുത്തശ്ശനെ അല്ല കോൺക്വയർ ചെയ്തത്, ഇവന്റെ മുത്തശ്ശനും അല്ല കോൺക്വയർ ചെയ്തത്. അവര് തമ്മിൽ അടികൂടുന്ന ഒരു കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നമ്മുടെ പലതും മറന്നു പോകുന്നു, പലതും അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല, പേടിക്കേണ്ടതുപോലെ പഠിച്ചില്ല എന്നുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിക് ഫിലാന്ത്രോപ്പിക് ട്രഡീഷനുള്ള ഒരു കാലത്ത് അവർക്ക് ഡൊണേറ്റ് ചെയ്തതാണ് ട്രസ്റ്റിന്റെ പേരിൽ. ആ ഫിലാന്ത്രോപ്പിക് അപ്രോച്ച് മാറിയിട്ട് അവർ പോക്രിത്വത്തിന്റെ അപ്രോച്ചാണ് എങ്കിൽ അത് ഇൻവാലിഡ് ആയി, ബേസിക് ക്യാരക്ടർ പോയി എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ വഖഫ് ബോർഡിനുള്ള ബേസിക് ക്യാരക്ടർ പോയാൽ ഇന്ത്യയിലെ ആദ്യത്തെ അധിപൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ഇനി സുപ്രീം കോർട്ട് വല്ല മണ്ടത്തരവും പറഞ്ഞു പോയി എന്ന് വിചാരിക്കും, അതിന് മുകളിൽ പ്രസിഡന്റ് ഉണ്ട്.
ഏതാളെയും നോക്കാനും ഈ നീതി നടപ്പാക്കാനും 3 വ്യത്യസ്തമായിട്ടുള്ള പില്ലറുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇരിപ്പുണ്ട്. അതൊരിക്കലും പതറിയിട്ടില്ല, ഒരിക്കലും ആ വേറൊരാളെ കാല് വലിച്ചിട്ടില്ല. തൊട്ടടുത്ത രാജ്യത്തിലെ പാകിസ്ഥാനിലൊക്കെ 2-3 ആൾക്കാർ എന്നിനും കാല് വലിക്കും, രണ്ടുപേര് കൂടി മറ്റവരെ കാല് വലിക്കും, അടുത്ത ആള് ഈ രണ്ട് ചേർന്ന് മറ്റവരെ കാല്. അതൊന്നും ഒരിക്കലും നടന്നിട്ടില്ല അവിടെ. കൃത്യമായിട്ട് കാർപ്പറ്റിന്റെ അടുത്ത് കാർപ്പറ്റ് ഇട്ട് ബഹുമാനിക്കേണ്ട അടുത്ത് ബഹുമാനിച്ചിട്ട് തന്നെ പോയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭാരതത്തില് നമ്മുടെ നീതിന്യായ വകുപ്പ് സിദ്ധാന്തം, അതിന്റെ പ്രസ്താവനകള്, അതൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കലും യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരാളെയും കഴുത്ത് പിടിച്ച് പുറത്താക്കാൻ പോകുന്നില്ല. ഇതൊക്കെ സിവിൽ കേസ് ആയിട്ടാണ് കാണുക. സിവിൽ കേസുകള് നമ്മൾ ചാവുന്നതിനേക്കാളും മുമ്പ് വഖഫ് ചാവും, അപ്പൊ കേസ് തള്ളിപ്പോവും, ആരെങ്കിലും ഒരാൾ ചത്തുപോയേ വേണ്ടു. അതുകൊണ്ട് ഇതിന്റെ ഡെഫിനിഷനും ഇതിന്റെ ഓപ്പറേഷനും ഇതിന്റെ സിഗ്നിഫിക്കൻസും ഇന്നത്തെ നിലയിൽ ഈ രാജ്യത്തെ നിയമം കൊണ്ട്, ഇനിയിപ്പോ ഇത് നാളെ നിയമം മാറ്റം നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നത്തെ ഈ നിയമം കൊണ്ട് നമ്മുടെ ജുഡീഷ്യറിയും നമ്മുടെ അഡ്മിനിസ്ട്രേഷന് ഓർഡർ കൊടുക്കേണ്ടുന്ന മന്ത്രിസഭയും, ആ മന്ത്രിസഭയാണ് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ കണ്ടത് കർണാടകയിൽ, അതുപോലെ സ്ട്രോങ് ആയിട്ട് ഒരു മന്ത്രിസഭ പറയാന്ന് വിചാരിക്കുക. ഒരൊറ്റൊരാളും ഇതിനെതിരെ ഒരു കേസ് എടുക്കേണ്ടത്, ഈവൻ കോർട്ട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ അനങ്ങരുത് ഞാനാ പറയണമെന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കയ്യിൽ നിർത്താൻ പറ്റും. അഡ്മിനിസ്ട്രേഷനെ നിർത്താൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാവണം, ആദ്യത വേണ്ടത്. പിന്നെ ജുഡീഷ്യറിൽ വിശ്വാസം, അഡ്മിനിസ്ട്രേഷനിൽ വിശ്വാസം. അത് കഴിഞ്ഞാൽ നമ്മുടെ ലെജിസ്ലേഷനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി വല്ല നിയമവും മാറ്റണമെങ്കിൽ അത് മാറ്റാനുള്ള അധികാരം ഗവൺമെന്റിന് ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലോ ഇസ്ലാമിക് ലോ വേണോ അല്ല സിവിൽ ലോ വേണോ? ഇസ്ലാമിക് ലോ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ റിലീജിയസ് ലോ ഇല്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ഹിന്ദു ലോ ഇല്ല, മുസ്ലിം ലോ ഇല്ല, ക്രിസ്ത്യൻ ലോ ഇല്ല, അതൊക്കെ എടുത്തു കളഞ്ഞു. കോമൺ സിവിൽ ലോ വന്നതിനോടെ അതിനനുസൃതമായിട്ടുള്ള വഖഫ് ലോയും, ഇനി അഥവാ കൃത്യമായിട്ട് ഇനി അതന്നെ പറയണമെന്ന് വിചാരിക്കും, ചിലർക്ക് അങ്ങനെ പറഞ്ഞാലേ തീരുള്ളൂ, അത് പറയിപ്പിക്കുകയാണ്. അപ്പൊ പറയിപ്പിക്കുമ്പോ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാല് ഇപ്പൊ അവരുടെ കയ്യിലുള്ള ചില സ്ഥലങ്ങൾ പോലും ഗവൺമെന്റിന് വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം വഖഫ് അങ്ങനെ ഒരു ബോർഡിന് അധികാരമില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? അവർക്കൊരു അതോറിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് അവർ വെച്ചിരിക്കുന്ന പല അവരുടെ ഇൻസ്ട്രുമെന്റും അവരുടെ സ്ഥലങ്ങളും ഒക്കെ ഡും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഗവൺമെന്റിന് പോകും. അത് ഏറ്റെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുറെ പബ്ലിക് പ്രോപ്പർട്ടി കിട്ടും. അത് സംഭവമാവാൻ പോകുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ അതിനു വേണ്ടി ആയിരിക്കും ഈ ദുർതോന്നലുകളും ദുഷ്ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ വന്നിട്ടുള്ളത്. അതാവാനേ സാധ്യതയുള്ളൂ. നമ്മളൊരു റിലീജിയസ് ആയിട്ടുള്ള കൺട്രി അല്ല, എല്ലാ മതവിശ്വാസികളെയും ഒരേപോലെ ആരാധിക്കാൻ സമ്മതിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അവിടെ ചിലപ്പോൾ ഇത്തരം വക്രബുദ്ധികളൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ അവരെ നിഷ്കാസനം ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് ഇത് ചിലപ്പോൾ മാറിയേക്കാം എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഉണ്ടാവരുതേ എന്നാണ് പ്രാർത്ഥന എന്റെ. പക്ഷെ അങ്ങനെയല്ല ഈ പോക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വഖഫിനെ അല്ല ഭയപ്പെടുന്നത്, വഖഫുകാര് ഭയപ്പെടുന്ന ഒരു അവസ്ഥ വരും. വളരെ ഒരു നിയമപരമായിട്ട് വളരെയധികം ആഴത്തിലാണ് ഈ വിഷയം അങ്ങ് ചർച്ച ചെയ്തത്. വളരെ വ്യക്തത വരുത്തുന്ന ഒരു വിവരണം തന്നെയാണ്. ഒരുപാട് പേർക്ക് ഇതില് കൂടെ ഈ നിയമത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്യുന്ന വിധത്തില് സംശയലേശമന്യേ വ്യക്തമാക്കി തന്നതിന് 1000 നന്ദി പറയുകയാണ്. ഒപ്പം ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ, നമ്മുടെ അയൽ രാജ്യങ്ങളില് സ്വസമുദായക്കാരുടെ തന്നെ പീഡനങ്ങളാൽ അവിടെ ജീവിക്കാൻ സാധിക്കാതെ അഭയം തേടി എത്തുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധ വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് അഭയം കൊടുക്കുന്നതിനെതിരെ ശക്തമായി സിഎക്കെതിരെ നിലപാടെടുത്തവരാണ് ഇന്ന് സ്വന്തം രാജ്യത്ത് ഉള്ള മറ്റു സമുദായങ്ങൾക്ക് അവരുടെ ഭൂമിയും അവരുടെ സകലതും നഷ്ടപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഏറ്റവും പരിതാപകരമാണ്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഈ ഭീതി എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്നത് ഭഗവത്ഗീത തന്നെ പറയുന്നത്, ഭയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അറിവില്ലായ്മയിൽ നിന്നുണ്ടാവുന്നതാണ്. അറിവുണ്ടാവുന്ന സമയത്ത് പ്രശ്നമില്ല, നമ്പർ 1. നമ്പർ 2, നമ്മൾ ആദ്യം അറിയേണ്ടത് ഇതൊന്നും എന്റേതല്ല. നമ്മുടെ ഭാരതീയ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊന്നും എന്റേതല്ല. ആ അറിവുണ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് പോയാ പോയി, എത്ര. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട് പോലും ചിലപ്പോ നാളെ എനിക്ക് പോയി ചെയ്യും, പോയാ പോട്ടെ, എന്തപ്പോ കുഴപ്പം, എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരില്ലേ എന്നെ നോക്കാൻ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവുകയേ വേണ്ടു. അതില്ലാത്തപ്പോഴാണ് ഭയം. അപ്പൊ നമ്മൾക്ക് നമ്മുടേതാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ, നമുക്ക് ആൾക്കാരുണ്ട് എന്നുള്ള തോന്നലുണ്ടായി. നമ്മളിപ്പോ 60 വർഷം ജീവിച്ചിട്ട് എന്നെ സഹായിക്കാൻ കുറച്ചു പേരെങ്കിലും എനിക്ക് സൃഷ്ടിച്ചാൽ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ജന്മം കൊണ്ട് എന്താ ഫലം? ഇല്ലേ? അതല്ലേ നമുക്ക് ഉണ്ടാവേണ്ടത്. ആ ധൈര്യം നമുക്ക് ഉണ്ടാവുമ്പോൾ ഉറപ്പാണ് ഒരു രാജ്യം എന്ന നിലയിൽ
ഒരു രാജ്യം എന്ന നിലയിൽ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ചേരിചേരാ നയവും നോൺ റിലീജിയസ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയും ഇത്രയും കൂടുതൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിട്ടും ഒരു ഹിന്ദു രാജ്യമായിട്ട് പ്രസ്താവിക്കാതെ ബാക്കി എല്ലാ മതസ്ഥരെയും, നമ്മുടെയൊക്കെ ഈ പാർസികളൊക്കെ വന്ന സമയത്ത് അന്നത്തെ രാജാക്കന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ പാലാണെങ്കിൽ പാർസികൾ ഷുഗറാണ്, അത് കുറച്ച് ചേർത്താൽ നമുക്ക് മധുരം കൂടെ ഉള്ളൂ, വന്നോട്ടെ. അങ്ങനെ ഓരോ മതസ്ഥരെയും ആകർഷിച്ച് വന്നോട്ടെ 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 എന്ന് പറഞ്ഞ്, ഇനി തിരുവിതാംകൂർ രാജാവൊക്കെയാണ് ആദ്യത്തെ കൺവേർഷന്റെ അതോറിറ്റികൾ. സാധാരണ വൈദ്യന്മാര് ചികിത്സിക്കാതെ മ്ലേച്ഛന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ നമുക്ക് അറിയില്ല എന്നാണ്. അങ്ങനെ ആരെങ്കിലും വന്ന സമയത്ത് ആ മ്ലേച്ഛന്മാരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മ്ലേച്ഛനാണ്, തൊടില്ല എന്ന് ബ്രാഹ്മണന്മാരായ വൈദ്യന്മാരെ പറഞ്ഞപ്പോ അവർക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കൊടുത്ത്, അതാണ് ബ്രൈബിങ്, കൺവേർട്ട് ചെയ്യിപ്പിച്ച് ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അവരെ നോക്കാൻ എന്ന് പറഞ്ഞ് അവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളതാണ് ഒരാണ്. അത്രയും ദാനം കാണിച്ച്, അത്രയും സാഹോദര്യം കാണിച്ച്, അത്രയും സ്നേഹം കാണിച്ചിട്ടുള്ള നമ്മുടെ ജനങ്ങള് ഈ രാജ്യത്തിൽ ഒരാൾക്കും, ഈ രാജ്യത്തിൽ ജന്മം കൊണ്ടോ അറിവ് കൊണ്ടോ ആഗ്രഹം കൊണ്ടോ ഒത്തുചേരണമെന്ന് തോന്നുന്ന ഒരാൾക്കും അതിനുള്ള വഴി ഭഗവാൻ കാണിച്ചു കൊടുക്കാതിരിക്കില്ല. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഇത് ഹിന്ദുസ്ഥാനമാണ്. ഇവിടെ ഒരാളെയും പുറത്താക്കാൻ നോക്കിയിട്ടില്ല. ഭാരതം ഒരാളെയും ഇൻവേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. വേറൊരാളെയും ശത്രുക്കളാന്ന് കണ്ടിട്ടില്ല. നമ്മൾ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ പോയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബംഗാളിലായിരുന്ന സമയത്ത് ഞാൻ പറയായിരുന്നു, ഈസ്റ്റ് വെസ്റ്റ് ബംഗാളിന്റെ കഥ അവിടെ പറയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ അവരെയും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കാൻ, എന്നിട്ട് അവർക്ക് ഭരണം വിട്ടുകൊടുക്കായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാമായിരുന്നു, ഇന്ത്യയുടെ ഭാഗമാക്കാമായിരുന്നു. രാമൻ ആക്രമിച്ച് കീഴടക്കിയിട്ട് രാമന്റെ ബ്രദറിന് ആ രാജ്യം വിട്ടുകൊടുക്കുക ചെയ്തു. അന്ന് രാമൻ അത് ഭരിച്ചിട്ട് ലക്ഷ്മണനെ അവിടുത്തെ രാജാവാക്കാമായിരുന്നു വേണമെങ്കിൽ. ആരും എതിർക്കാൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നും അത് ഭാരതത്തിന്റെ ഭാഗമായേനെ. വേണ്ട, എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതേ ശ്രീലങ്ക ബാക്കി പാകിസ്ഥാനുമായിട്ട് സപ്പോർട്ട് കൊടുത്ത്, അമേരിക്കക്കാർക്ക് സപ്പോർട്ട് കൊടുത്ത്, നമ്മുടെ രാജ്യത്തിന്റെ തൊട്ടടുത്ത് ആ ഒരു രാജ്യത്തെ അവർക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് എണ്ണ കൊടുക്കുന്നവരാണ്. അവിടുത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇവിടുത്തെ അതേ വിലയാണ്. ഭാരതത്തിന്റെ വ്യത്യസ്തമായ ഒരു രാജ്യമായിട്ട് കണ്ടിട്ടില്ല ഇന്നും നമ്മൾ ശ്രീലങ്കയെ. അവരത് മനസ്സിലാക്കാത്ത അവരുടെ ഗതികേട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളൊക്കെ ഒരു കാലത്ത് ഭാരതത്തിന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളും, ഞാൻ പറഞ്ഞല്ലോ, ഭാരതത്തിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും പ്രശ്നങ്ങളിലാണ്. ഞാനൊക്കെ ഇതിന്റെ സ്ട്രാറ്റജി പഠിക്കുന്ന ആളായിരുന്നു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട്. മിയാൻമാറിനെയൊക്കെ തൊട്ടടുത്ത് കണ്ടിട്ടുണ്ട് ഞാൻ. ബർമയായാലും, പണ്ടത്തെ ബർമ, മിയാൻമാർ, അതിന് തൊട്ടടുത്തുള്ള നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, എല്ലാ രാജ്യത്തെയും ഞാൻ തൊട്ടടുത്ത് അറിഞ്ഞു കണ്ടു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾ. അവരെ ഒന്നും ഒരു കാലത്തും ഉപദ്രവിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അവരെയൊക്കെ സന്തോഷത്തോടു കൂടി എപ്പോഴൊക്കെ സഹായിക്കാൻ പറ്റും. അതിൽ ചില ആൾക്കാരൊക്കെ ഒരു കാലത്ത് വരുന്ന ഒരു ഭരണാധികാരി ചില മിസ്റ്റേക്കുകളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാല് ഭാരതത്തിലും അങ്ങനെയുള്ള ഭരണാധികാരി ഉണ്ടായിട്ടുണ്ട്. അത് ഏത് തരത്തിൽപ്പെട്ടാലും. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും അങ്ങനെയുള്ള ഭരണാധികാരികൾ ഇപ്പോഴും ചില സ്റ്റേറ്റുകളൊക്കെ ഭരിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമായിട്ട് കരുതണ്ട. കാരണം വലിയ ഒരു ലോകത്ത്, വലിയൊരു ചരിത്രത്തില്, വലിയൊരു കാലഘട്ടത്തില് ഉണ്ടാവുന്ന ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു സ്വസ്ഥത എന്ന് വിചാരിക്കാം. അതിൽ വെതർ എന്ന് പറയുന്നത് ചെറിയ 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 പ്രകമ്പനങ്ങളാണ്. അതൊക്കെ ഒരു കപ്പിന്റെ ഉള്ളിലുള്ള കൊടുങ്കാറ്റ് എന്നൊക്കെ പറയില്ലേ. എത്ര ചാടിയാലും അത്ര, അതിനപ്പുറത്തൊന്നും ചാടാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഒരു കാലം വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു കാലം വന്നാല്, പണ്ട് ഏറ്റവും നല്ല കാലത്ത് ഭാരതീയമായിട്ടുള്ള ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കരുത്തനായിട്ടുള്ള ഡിഫൻസ് മിനിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഭാരതത്തിന്. ഉരുക്ക് മനുഷ്യൻ എന്ന പേരിലൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്ന കാലത്ത് പറഞ്ഞിട്ട്, ഗീവ് മീ ഹാഫ് ഡേ ഐ വിൽ മേക്ക് പാകിസ്ഥാൻ ഇൻ ടു പൗഡർ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ ആർമിയും എയർഫോഴ്സും നേവിയും ഒക്കെ. നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. അങ്ങനെ അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ രാജ്യങ്ങളെയൊക്കെ നമുക്ക് തൊട്ട് ക്യാപ്ചർ ചെയ്യാൻ അത്ര വലിയ പണിയുണ്ട്. ഹാഫ് ഡേ കൊടുത്താൽ മതി. ഒരു ചെറിയൊരു വാക്യം വേണ്ടു, ഐ വിൽ ഗിവ് യു ടൈം, നെക്സ്റ്റ് 24 hours ഗെറ്റ് ഓൾ ദീസ് പീപ്പിൾ ഇൻ ടു ഹിയർ, അല്ലെങ്കിൽ പുട്ട് ദം ഇൻ ടു അറേബ്യൻ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് അറേബ്യൻ സീയിൽ കൊണ്ടിടാൻ പറ്റുന്ന അത്രയും കഴിവുള്ള ഒരു കഴിവുണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ഒരു മനസ്സില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഭാരതം സ്ട്രോങ് ആണ്. ഭാരതത്തിന്റെ ഓരോ വ്യക്തികൾക്കും എന്ത് പ്രശ്നമുണ്ടാവുമ്പോഴും അത് ഇടപെടാനും എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ടും അറിവുള്ള
അത് പൊളിറ്റീഷ്യൻസിന് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല. അത് ബ്യൂറോക്രസിക്കും പൊളിറ്റീഷ്യനും ആ നിലയിൽ ഭരണപക്ഷത്ത് എത്തുന്ന സമയത്ത് അവർ മാത്രം അറിയേണ്ട ചില സംഭവങ്ങളാണ്. അവര് കൃത്യമായിട്ട് അത് പഠിക്കുകയും അവരെ ബ്രീഫ് ചെയ്യുകയും ഇന്ത്യയുടെ ട്രഡീഷൻ ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല ഇന്ത്യയുടെ പോളിസി. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചില രാജ്യത്തെ അധികം സപ്പോർട്ട് ചെയ്യാത്തതും ചിലരെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പൊ റഷ്യയെ മറക്കാൻ പറ്റില്ല ഒരിക്കലും, കാരണം പല കാലത്തും യുദ്ധത്തിന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ എല്ലാ സഹായവും ഒരു കാലത്ത് ക്രയോജനിക്കും അടക്കം തന്നിട്ടുള്ളത് റഷ്യക്കാരാണ്. റഷ്യ USSRൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് പീസ് ആയാലും നമ്മളിപ്പോ കാണുന്ന ഒരു ഐഡന്റിറ്റി റഷ്യനിലായതുകൊണ്ട് നമുക്ക് റഷ്യനെ കൈകൾ നടത്താൻ സാധിക്കില്ല. എന്ന് വെച്ച് നമ്മൾ ഉക്രൈനെ എനിമിയായിട്ട് കണ്ടിട്ടുമില്ല. എനിമീസ് എനിമി എന്ന് നമ്മൾ പറയാറില്ല. ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളത്, ഇപ്പൊ ഇന്ന് അങ്ങനെ ആരെങ്കിലും ഒരാൾ എനിമിയുടെ ഫ്രണ്ട് ആണെന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ എനിമിയുടെ എനിമി ആയതുകൊണ്ട് നമ്മുടെ എനിമിയോ ഫ്രണ്ടായിട്ട് കാണണ്ട. ഒരാളുടെ എനിമി അയാളാണെങ്കിൽ ഞാനും ചിലപ്പോൾ അയാളുടെ എനിമി ആയിരിക്കും, നമ്മൾ അറിയാത്തോണ്ടാണ്. അതുകൊണ്ട് ആ എനിമിയുടെ എനിമിയാണ് ഞാൻ വിചാരിച്ചിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പഠിക്കാൻ പോയാൽ ചിലപ്പോൾ നേരെ തിരിച്ചടിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് പോളിസികൾ അറിയുന്ന, വളരെ കൃത്യമായിട്ട് ധർമ്മശാസ്ത്രം ഭാരതീയ പൈതൃകത്തിന്റെ ഭാഗമായി പഠിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും ഭരണാധിപന്മാരായിട്ട് മുന്നോട്ടുണ്ടായിട്ടുള്ളത്. അത് ഏത് പാർട്ടി ആയാലും അതിനുള്ള ഒരു മനസ്സും അതിനുള്ള ഒരു പക്വതയും ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സ്ഥാപനങ്ങൾക്കും ഭാരതീയമായിട്ടുള്ള പൈതൃകത്തിനും സാധിച്ചിട്ടുണ്ട്, ഭരണഘടനക്കും സാധിച്ചിട്ടുണ്ട്. ഭയപ്പെടാനുള്ള ഒരു കാര്യവുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞു വെച്ചിട്ടുള്ള എന്റെ ചരിത്രം. സത്യമാണ്. വളരെ വളരെ ആശ്വാസകരവുമാണ്. അതൊരു നമുക്ക് ഒരു ഭാവിയിലേക്ക് ഭീതി മാറ്റുന്ന തരത്തിലുള്ള ഒരു വിവരണം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും അങ്ങൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൂടിയായി വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ട്, നയതന്ത്ര ബന്ധങ്ങളാകട്ടെ സ്ട്രാറ്റജികളെ കുറിച്ചാവട്ടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിവരണം, നമുക്ക് ആശാവഹമായിട്ടുള്ള ഒരു വിവരണം തന്നെയാണ് നൽകിയത്.